വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ നേർന്ന് നമ്മൾ തുടങ്ങുകയാണ് മോർണിംഗ് വാക്ക് അല്ലെ. 2025 പിറന്ന ഈ പുത്തൻ വർഷത്തിലെ ആദ്യ ദിനം ജനുവരി 1. അതിൽ മോർണിംഗ് വാക്കിനായി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് അല്പം കൊച്ചിയിൽ നിന്നൊന്ന് മാറി ഒരു സ്ഥലത്താണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ മിനി ബാബു ചേച്ചിയുടെ ജില്ലയിലെ, എൻ്റെ ജില്ലയിലെ ദിനേശ് ഹരിപ്പാട് ചേട്ടന്റെ ജില്ലയിലെ, നമ്മുടെ ഗീത ചേച്ചിയുടെ ജില്ലയിലെ, പ്രിയ ചേച്ചിയുടെ ജില്ലയിലെ, അതുപോലെ ഗംഗ ആന്റിയുടെ ജില്ലയിലെ. അപ്പോ ഇവരൊക്കെ നമ്മുടെ പ്രേക്ഷകരാണ്, സ്ഥിരം പ്രേക്ഷകരാണ്. അപ്പോ ഇവർക്കെല്ലാവർക്കും നമ്മുടെ ഗ്ലോബൽ മലയാളി, ആഗോള മലയാളി പ്രേക്ഷകർക്കെല്ലാം ഒരു ഹാപ്പി ന്യൂ ഇയർ. യെസ്, കൊല്ലവർഷം 1200 ധനു 17 ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുതുവർഷത്തിൽ ആദ്യ ദിനത്തിൽ നമ്മൾ എന്തിനാണ് ഈ ചങ്ങരം എന്ന് പറയുന്ന ഇവിടത്തേക്ക് എത്തിയത് എന്നല്ലേ. വളരെ മനോഹരമായ ആലപ്പുഴയുടെ ആ ഒരു സുഖം എന്താണ്, വശ്യമനോഹരമായ ഒരു സ്ഥലമാണ് ചങ്ങരം എന്ന് പറയുന്നത്. പാടശേഖരങ്ങളാണ്. ഇതാ ഇപ്പോൾ നല്ല ഇരുട്ടാണ് ഇവിടെ. അല്പസമയം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശം ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും ആ മനോഹര കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തും. ഞങ്ങളുടെ ജില്ല അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കിഴക്കിന്റെ വെനീസ് എന്ന്. അത്ര മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ പാടശേഖരങ്ങളും, നമ്മൾ പണ്ടത്തെ ഈ ഒരു ഇതിൽ കേൾക്കല്ലേ, മ്യൂസിക് ഒക്കെ കേൾക്കല്ലേ, അതെല്ലാം പാടശേഖരങ്ങളും നല്ല മനുഷ്യരും ഒക്കെയുള്ള ആലപ്പുഴ. യെസ്, അപ്പൊ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ രാത്രിയിൽ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മൾ പുതുവർഷത്തെ വരവേറ്റു. കഴിഞ്ഞ 7 മണി മുതൽ 12 വരെ, അതിനുശേഷം വരെ നീണ്ടുനിന്ന 24-ന്റെ തത്സമയ സ്പെഷ്യൽ ന്യൂ ഇയർ ഈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെല്ലാം പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം പിന്തുണ നമുക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ 2025-ലും ഈ പിന്തുണ തുടരുക. നമ്മൾ പുതുവർഷത്തിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ സന്തോഷമുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസുമായാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെ. യെസ്, നമുക്ക് ആ വാർത്തയിലേക്ക് ആദ്യം കിടക്കാം. പൂനെയിൽ നിന്ന് കാണാതായ മലയാളി സൈനികനെ ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്തി എന്ന വാർത്തയാണ് ആദ്യം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ വിഷ്ണുവിനെ ഡിസംബർ 17 മുതലാണ് കാണാതായത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാറി നിന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, വെരി 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 ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും പുതുവത്സരത്തിൽ ഒരു നല്ല വാർത്തയാണല്ലോ വിഷ്ണുവിനെ കണ്ടെത്തിയെന്നത്. പക്ഷേ വിഷ്ണുവിന്റെ തിരോധാനം, അതിൽ അല്പം ദുരൂഹതയൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു വിഷ്ണു ഇങ്ങനെ മാറി നിൽക്കാൻ കാരണം? വിവരങ്ങൾ. പുതുവത്സരാശംസകൾ ക്രിസ്റ്റീന, പ്രജിൻ. വളരെ നല്ലൊരു വാർത്തയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വിഷ്ണുവിന്റെ തിരോധാനം ഒരു നാടാകെ കാത്തിരിക്കുകയായിരുന്നു. വിഷ്ണുവിന് എന്തു പറ്റി എന്നറിയാൻ വേണ്ടി വിഷ്ണു മടങ്ങി വരുന്നത് കാത്ത്. ഏതായാലും ആ വാർത്തയാണ് ഇന്നലെ രാത്രിയോടെ സംഭവിച്ചത്. ബംഗളൂരുവിൽ നിന്ന് രാത്രി 11 മണിയോടെയാണ് എലത്തൂരിൽ നിന്നുള്ള SI മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം, 3 അംഗ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. വിഷ്ണു 17-ാം തീയതിയാണ് ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. നാട്ടിലേക്ക് വരുന്നു എന്നതാണ് ബന്ധുക്കളെ ആദ്യം അറിയിച്ചിരുന്നത്. 17-ാം തീയതി പുലർച്ചെ അമ്മയുടെ ഫോണിലേക്ക് ഒരു സന്ദേശമടക്കം, കണ്ണൂരിൽ എത്തി എന്നൊരു സന്ദേശമടക്കം അയച്ചിരുന്നു. പക്ഷെ പിന്നീട് ഈ സന്ദേശത്തിന്റെ കേന്ദ്രം, അത് ഈ മൊബൈലിന്റെ ലൊക്കേഷൻ, അത് മുംബൈക്കടുത്ത് ലോണാവലയിലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഭവത്തിൽ ആകെ ഒരു ദുരൂഹത ഉണ്ടാവുന്നത്. പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ 23-ാം തീയതി മുതൽ എലത്തൂരിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലേക്ക് എത്തിയിരുന്നു. മുംബൈയിലും പൂനെയിലുമെല്ലാം അവർ ഒരു പരിശോധന നടത്തി. ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു. മുംബൈയിലേക്കുള്ള ഒരു ട്രെയിനിൽ വിഷ്ണു കയറിയതായുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിച്ചു. തുടർ അന്വേഷണത്തിലാണ് വിഷ്ണു പലയിടത്തായി ഇങ്ങനെ മാറി നിൽക്കുകയാണ് എന്നുള്ള വിവരം ലഭിച്ചത്. ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാറി നിൽക്കേണ്ടി വന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഏതായാലും എലത്തൂരിലേക്ക് ഏതാണ്ട് 9 മണിയോടെ വിഷ്ണുവിനെ എത്തിക്കും എന്നതാണ് SIയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്. ഈ ഏതാണ്ട് 10 ദിവസം കഴിയുമ്പോൾ ജനുവരി 11-ന് വിഷ്ണുവിന്റെ വിവാഹം നടക്കേണ്ടതാണ്. അതിന് മുന്നാടിയായി തന്നെ വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമാണ്, വലിയൊരു ആശങ്കയാണ് ഒഴിവായി പോകുന്നത്. ക്രിസ്റ്റീന, പ്രജ. യെസ്, എന്തായാലും ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാറി നിന്നു എന്നൊക്കെ പറയുന്നതിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു കൂടുതലൊരു അന്വേഷണമൊക്കെ വേണം. എന്താണ് വിഷ്ണു ഇതിനെക്കുറിച്ച് പറയുന്നതൊക്കെ നമുക്കിനി വരും മണിക്കൂറുകളൊക്കെ അറിയാൻ കഴിയും. നാട്ടിലേക്ക് വരുന്ന സമയത്തായിരിക്കും അത്തരം വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പുതുവർഷത്തിൽ ആദ്യ ദിനത്തിൽ തന്നെ ഇങ്ങനെ നമ്മളെ ഒന്ന് ആശങ്കപ്പെടുത്തിയ ഒരു വാർത്തയിൽ അതിലൊരു റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരാളെ കാണാതായ വാർത്തയാണ്, ഒരു മലയാളി സൈനികൻ. അതുമാത്രമല്ല, വിവാഹം, ഇപ്പം ശ്രീനാഥ് പറഞ്ഞ വിവാഹം നിശ്ചയിച്ച സമയത്താണ് ഈ തിരോധാനം ഉണ്ടാകുന്നത്. എന്തായാലും വിഷ്ണുവിനെ കണ്ടെത്തുന്നു.
അതിൽ കൂടുതൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതെ, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് അതിമനോഹരമായൊരു ദൃശ്യം നമ്മൾ കാണിച്ചു തരുന്നു. ഈ ചങ്ങരത്ത് നിൽക്കുമ്പോൾ ചങ്ങരം പാടശേഖരത്തിന് തൊട്ടടുത്താണ് നമ്മളത്. ഈ പാടശേഖരത്തിന്റെ ഭാഗം തന്നെയാണ് ചങ്ങരം ചേരിങ്കൽ പ്രദേശമാണിത്. ഇവിടെ ഒരു 20 കുടുംബങ്ങളാണുള്ളത്. അപ്പൊ ഇവിടുത്തെ പ്രദേശവാസികളോടൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു. അപ്പൊ അതിനു മുമ്പ് ആ മനോഹരമായ ആകാശ കാഴ്ച. അപ്പോ ഇവിടെ ഉള്ള ഒരു ചേട്ടൻ അല്പസമയം നമ്മളോട് പറഞ്ഞെന്താ, കന്യാകുമാരിയിൽ പോലും കാണാനാവാത്ത മനോഹരമായ സൂര്യോദയം അല്പസമയത്തിനകം അവിടെ സംഭവിക്കുമെന്ന്. അതെ അതെ, എന്തായാലും ഇപ്പം വിഷ്ണു ഉദയന്റെ ക്യാമറയിൽ അത്യാവശ്യം ആ വിഷ്വൽസ് വരുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇത് കാണാം. ഈ ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ആ വെളിച്ചം നന്നായിട്ട് വരും. ആ സമയത്ത് നമ്മുടെ നിഖിൽ നിളയും വിഷ്ണുവും ഡയസും ഒക്കെ ചേർന്ന് നല്ല നല്ല ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഉണ്ടായത്. ഈ ഒന്നാം ദിനത്തിൽ, ജനുവരി 1-ാം ദിവസം നല്ല കാഴ്ച പ്രേക്ഷകർ സമ്മാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാർത്തകളുണ്ട്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. ഉമാ തോമസ് MLA ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് എല്ലാ ദിവസവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ നോക്കിയതുണ്ട്, ഇന്നും ചോദിക്കുന്ന ഒരുപാട് പേർ. അവർക്കുള്ള മറുപടിയാണ്, ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ മികച്ച പുരോഗതി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഡോക്ടേഴ്സ് ഉള്ളത്. മരുന്നുകളോട് ശരീരം മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് S. ശ്യാംകുമാറാണ്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ഉമാ തോമസ് MLA കാര്യത്തിലും നല്ല വാർത്തകൾ വരാനായിട്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അണുബാധയൊന്നും കൂടുന്നില്ല, അതൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്? പ്രജിൻ, ക്രിസ്റ്റീന, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് പുതുവർഷ ദിനത്തിൽ നമുക്ക് ഉമാ തോമസിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു, ഓരോ ദിവസവും വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. കൂടാതെ ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ അണുബാധ കൂടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. ശ്വാസകോശത്തിലുണ്ടായ പരിക്കുകളുടെ അളവ് കുറയുന്നു. തലച്ചോറിൽ പുതിയ പരിക്കുകൾ കണ്ടെത്താത്തതൊക്കെ ആശ്വാസകരമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അർദ്ധ അബോധാവസ്ഥയിൽ തന്നെയാണ് MLA ചികിത്സയിൽ തുടരുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി വീണ്ടും മെഡിക്കൽ ബോർഡ് യോഗം ചേരും. അതിനുശേഷം MLA ആരോഗ്യസ്ഥിതി കഴിഞ്ഞ 24 മണിക്കൂറിലെ വിലയിരുത്തും. തുടർന്നാകും മാധ്യമങ്ങളോട് MLA ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക. ഏതായാലും ഇന്നലെ കൈകാലുകൾ ചലിപ്പിച്ചതുൾപ്പെടെ വലിയ പുരോഗതി ചികിത്സയിൽ കാണിക്കുന്നു MLA എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി പുതുവർഷ ദിനത്തിൽ MLA ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നല്ല വാർത്തകൾ പങ്കുവെക്കാനാകുമെന്നാണ് നമുക്കും പ്രതീക്ഷിക്കാവുന്നത്. ശരി, ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകും. എന്തായാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഉമാ തോമസ് MLA തിരിച്ചു വരും. ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ മറക്കാൻ പാടില്ല. നമുക്ക് ഈ ഉമാ തോമസുമായി പറയുമ്പോൾ ചേർത്ത് വെക്കേണ്ടതാണ് ആ അപകടം ഉണ്ടായ സംഭവം, അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ട്. അതിന്റെ ഒരു അപ്ഡേറ്റും കൂടെ കൊടുത്ത ശേഷം നമുക്ക് കമന്റ് ബോക്സിലേക്ക് വരാം. കലൂർ സ്റ്റേഡിയത്തിൽ താൽക്കാലിക വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLA പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു പോലീസ്. വേദി നിർമ്മിച്ചത് അശാസ്ത്രീയമാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കേസിൽ 5 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. മൃദംഗവിഷൻ MD നികോഷ് കുമാറാണ് കേസിലെ 1-ാം പ്രതി. ഷമീർ, ജനീഷ്, കൃഷ്ണകുമാർ, ബെന്നി എന്നിവരാണ് 2 മുതൽ 5 വരെയുള്ള പ്രതികൾ. പ്രതികളായ ഷമീർ, ബെന്നി, കൃഷ്ണകുമാർ എന്നിവർക്ക് ഇന്നലെ മാജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിരുന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷ ഈ മാസം 3-ന് പരിഗണിക്കും. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാലാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ 2025 ജനുവരി 1-ാം തീയതിയിലെ ഈ ദിനത്തിൽ നമ്മൾ മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത് ചങ്ങരം പാടശേഖരത്താണ്. ആലപ്പുഴ അതാണ് എക്സാക്ട്ലി ആ പ്ലേസ്. ഈ പറയുന്ന പോലെ ഇവിടുത്തെ നേരത്തെ വന്ന ചേട്ടൻ നമ്മളോട് സംസാരിക്കും പറഞ്ഞതാണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്, കുറച്ച് മാത്രം ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ അത് ഒരു രക്ഷയില്ല. മെല്ലെ മെല്ലെ പ്രേക്ഷകർക്ക് വെളിച്ചം വന്നു തുടങ്ങുമ്പോഴത്തേക്കും ആ കാഴ്ചകൾ കൂടുതലായി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വീടുകൾ ഒരു 20 വീടുകളാണുള്ളത്. അപ്പൊ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ തന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്, നമുക്ക് സംസാരിക്കാം. പറഞ്ഞു വാങ്ങോടല്ലേ ചായ, അത് ശരി. അടുത്ത വാർത്തയിലേക്ക് കൊടുക്കാം അല്ലെ. ഇന്ന് മുതൽ വൈദ്യുതി യൂണിറ്റിന് 9 പൈസ വെച്ച് സർചാർജ് ഈടാക്കുമെന്നൊരു വാർത്തയുണ്ട്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ പുതുവത്സരത്തിൽ ഈ പറയുന്നത് പോലെ നമുക്ക് അല്പസ്വല്പം ഒന്ന് ഭാരമാവുന്നൊരു കാര്യമാണത്. സർചാർജ് ഈടാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് അനുമതി നൽകിയിരിക്കുന്നു. 2024 ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിലെ ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് ഈ സർചാർജ്. നവംബർ മാസം വൈദ്യുതി വാങ്ങിയതിലെ
17.79 കോടി രൂപ പിരിച്ചെടുക്കാനാണ് ഈ സർചാർജ്. KSEB ആവശ്യപ്പെട്ടത് യൂണിറ്റിന് 17 പൈസയായിരുന്നു. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ ഈ ആവശ്യം തള്ളി. ഇതോടെ ജനുവരിയിൽ സ്വന്തം നിലയിൽ യൂണിറ്റിന് 10 പൈസ വെച്ച് ഈടാക്കാൻ KSEB തീരുമാനിച്ചിരുന്നു. പിന്നാലെയാണ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം. ഇതോടെ ജനുവരി മുതൽ സർചാർജ് ആയി മൊത്തം പിരിക്കുക യൂണിറ്റിന് 19 പൈസയാണ്. KSEB യൂണിറ്റിന് ശരാശരി 15 പൈസ നേരത്തെ ഉയർത്തിയിരുന്നു. യെസ്, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്താണ് 2024 തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെല്ലാവരും സ്പെഷ്യലായിട്ട് നമ്മളെങ്ങനെയാണ് വിലയിരുത്തുന്ന ഒരു ചോദ്യമാണ് അല്ലേ? നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും എങ്ങനെയാണ് 2024 നമ്മുടെ സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്നത്? എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ തീരുമാനങ്ങൾ എന്തൊക്കെ നിറവേറ്റാൻ സാധിച്ചില്ല, ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ക്രിസ്ത്യൻ ചേച്ചി എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നല്ലൊരാളല്ലേ? വലിയൊരാളോ? ഞാൻ നല്ലൊരാളല്ലേ? നല്ലൊരാള്. ഞാനൊരു ഗുഡ് ലേഡി അല്ലേ? പിന്നെ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകരും നമ്മുടെ ഓഫീസിലെ ആൾക്കാരും ചിരിക്കുന്നുണ്ടാവും. ഒരുപാട് നല്ല മേന്മയുള്ള, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, വിജ്ഞാനപ്രദമായ ഒരുപാട് തമാശകൾ പറയുന്ന എന്നൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്റെ ഞാൻ ചോദിച്ചത് ഞാൻ എന്താ 2024 എങ്ങനെ ഉണ്ടായിരുന്നുള്ളതാണ്. 2024 എന്ന് പറയുന്നത് എനിക്ക് ഈ പറയുന്നത് പോലെ നല്ലൊരു വർഷമായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച വർഷം കൂടിയാണ് അമ്മയുടെ. അപ്പോ അത് ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ 2025 ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താറില്ല. അപ്പൊ ഇങ്ങനെ ചവിട്ടി വെച്ചിരിക്കുന്ന ചികിത്സാ കാര്യങ്ങൾ, സ്വന്തം ആരോഗ്യ കാര്യങ്ങൾ, അതെ, ഇങ്ങനെ ചവിട്ടി വെച്ചിരിക്കുന്ന ഇതാണ് തമാശയുടെ ഒരു നിലവാരം. അപ്പൊ ഇങ്ങനെയുള്ള തമാശകളാണ് ക്രിസ്ത്യൻ ചേച്ചി കഴിഞ്ഞ ഒരു വർഷം, ഒന്നല്ല 2 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ദിവസവും നമ്മൾ ഓഫീസിലുള്ള സഹപ്രവർത്തകർ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാം. അപ്പം നടന്ന് പോകുമ്പോൾ നല്ല നല്ല ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വാർത്ത കൂടി കൊടുക്കാം അല്ലെ? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസ പദ്ധതിക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും എന്നാണ് ആ വാർത്ത. 2 സ്ഥലങ്ങളിലായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള സമഗ്രമായ പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ശ്രീജിത്താണ്. ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഈ ന്യൂ ഇയറിൽ നല്ലൊരു വാർത്ത തന്നെയാണല്ലോ. മന്ത്രിസഭാ യോഗത്തിൽ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുനരധിവാസം വാഗ്ദാനം ചെയ്യപ്പെട്ടവരുമായി ചർച്ചയും നടത്തുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, പ്രജിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതാണ്. നേരത്തെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മന്ത്രിസഭാ അംഗങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസന്റേഷനായി അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങളെപ്പറ്റി മന്ത്രിമാർക്ക് നേരത്തെ അറിവുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് പ്രധാനമായിട്ടും മന്ത്രിസഭയുടെ അജണ്ടയിലേക്ക് വരുന്നത്. മൊത്തം 850 കോടി രൂപ ചെലവിൽ 2 ടൗൺഷിപ്പുകൾ നിർമ്മിച്ച് ദുരിതത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നത്. ഈ ടൗൺഷിപ്പുകളുടെ രൂപരേഖ അടക്കം എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി എന്ന് പദ്ധതി നിർമ്മാണം ആരംഭിക്കണം, എങ്ങനെയാണ് ആ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക്, പദ്ധതിയുടെ മേൽനോട്ടത്തിനായി ഏതെങ്കിലും സമിതിയെ മറ്റോ നിയോഗിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മന്ത്രിസഭ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ഈ വയനാട് ദുരന്തത്തിനിരയായവരെ സഹായിക്കാൻ നിരവധി ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. ഈ വീടുകളും മറ്റും വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ 38 ആളുകളാണ് സർക്കാരിന്റെ വിവിധ വാഗ്ദാനങ്ങളുമായി സമീപിച്ചിട്ടുള്ളത്. അവരുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 12:30 ഈ സഹായം വാഗ്ദാനം ചെയ്തവരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. ഈ കോൺഗ്രസ്, കർണാടക സർക്കാർ അടക്കം ആളുകൾ 100 വീടുകളിലേറെ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഡിവൈഎഫ്ഐ 50 വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ യുവജന സംഘടനകളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ക്രിസ്റ്റീന. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ഇപ്പം മോർണിംഗ് വാക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചങ്ങരം പാടശേഖരത്തിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആകാശ കാഴ്ചകൾ കൂടി. എന്താണ്, എത്രമാത്രം മനോഹരനാണ് നമ്മുടെ ഈ ചങ്ങരം ദേശം എന്നുള്ളത്. വളരെ മനോഹരമായ ആകാശ കാഴ്ചകളിൽ നിന്നും ഈ പ്രദേശത്തെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ പ്രേക്ഷകർക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്ക് 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശ കാഴ്ചകൾക്കൊപ്പം ഈ പറയുന്നത് പോലെ പക്ഷികൾ ഇങ്ങനെ, കാരണം ചങ്ങരം എന്ന് പറയുന്നത് ഒരു ദേശാടന പക്ഷികളുടെ കേന്ദ്രം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് വലതുഭാഗത്തുള്ള ഈ സ്ഥലത്ത് ഒരുപാട് പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നീലപ്പൊന്മാനൊക്കെ ഉണ്ട് അതിനകത്ത്. അത് എന്താണെന്നറിയോ, മീനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അപ്പം അത് കൊത്തിയെടുത്ത് പറക്കും. അപ്പോൾ
ഭയങ്കര മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അതെ, ഈ പറയുന്ന പക്ഷികൾ പറക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം നമുക്ക് ജലത്തിലും കാണാൻ സാധിക്കും. വളരെ മോഹനേട്ടനുണ്ട് ഇവിടെ. മോഹനേട്ടൻ നമസ്കാരം. മോഹനേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം നമുക്ക്. അതെ അതെ, അത് അത് കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല മോഹനേട്ടാ, നമ്മളെല്ലാവരും സാധാരണക്കാരായ മനുഷ്യർ. അതെ അതെ. മൈക്ക്. അപ്പൊ മോഹനേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ഇവിടുത്തെ പഞ്ചായത്തിലെ ഡ്രൈവർ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ 24 സ്ഥിരം പ്രേക്ഷകരാണ്. മോഹനേട്ടൻ അവിടെ നിൽക്കൂ. ഇനി നമുക്ക് മൈക്ക്. ഹാപ്പി ന്യൂ ഇയർ. അതെ അതെ. ഞങ്ങളുടെ ഈ ചങ്ങരം ചേരിങ്കൽ ഫാം റോഡാണിത്. കൗതുകമാർന്ന, അതായത് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായ എനിക്ക് തന്നെ തോന്നിക്കുന്നു. ഞാനത് പൊങ്ങി പറയല്ല, ഞങ്ങളുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ പറയാനാണെങ്കിൽ 40-42 വീടേ ഉള്ളൂ ഈ ആകെ. വളരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടിലും 2 ജില്ലയിലായിട്ട് കിടക്കുകയല്ല. അല്ല, ഇത് അതിന്റെ അപ്പുറത്ത് 2 പഞ്ചായത്ത്. എറണാകുളം ജില്ലയാണ്, എറണാകുളം ജില്ലയുടെ ബോർഡറാണിത്. അതായത് ആലപ്പുഴ ജില്ലയുടെ എൻഡും എറണാകുളം ജില്ലയുടെ അപ്പുറത്തും ചെല്ലാനം പഞ്ചായത്തും ഇത് ആലപ്പുഴ ജില്ല കോടന്തുരുത്ത് പഞ്ചായത്തും. ഞാൻ ചെല്ലാനം പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു, ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ പുതുവർഷത്തിൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ തോന്നി. അപ്പൊ ഇവിടുത്തെ അതിന് ഞങ്ങളുടെ നാട്ടുകാരുടെ എന്റെ എല്ലാവിധ കാണാറുണ്ടോ? 24 കാണാറുണ്ടോ? 24 കാണാറെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ആൾക്കാർ പറയും പോലെ പറയല്ല, സ്ഥിരം ഞാനൊരു രാത്രിയാകുമ്പോ കാണാറുള്ള ചാനലാണ് 24. ഓക്കെ, അപ്പൊ സന്തോഷമുണ്ട് ചേട്ടൻ പരിചയപ്പെടാൻ. അതെ, ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ ശ്രീകണ്ഠൻ സാറ് ഒരുപാട് ധനസഹായം, അതായത് ഗോകുലകൃഷ്ണൻ സാറും അത് തന്നെ ഈ പാവപ്പെട്ട ജനങ്ങളാണ്. നമ്മൾക്ക് വെച്ചാൽ പണിയെടുത്ത് ജീവിക്കാൻ ആരോഗ്യവും ആയുസ്സും ഉള്ളവരാ. ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ധനസഹായങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിത്വം, അതൊരു ദൈവിക ശക്തിയാണ്. അല്ലാണ്ട് എല്ലാവർക്കും ഇപ്പം എൻ്റെ കാശ് കിട്ടി ഞാൻ ആർക്കും കൊടുക്കില്ല, ഞാൻ എൻ്റെ സ്വയം ജീവിതമാണ്. പക്ഷെ അങ്ങനെ അതല്ല. ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോലുള്ളവരെ ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും കൊണ്ടൊന്ന് കാണിക്കണം എന്നെൻ്റെ മനസ്സിൽ. വേറെ നമ്മൾ പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അങ്ങേരെ അറിയില്ല, ആ സാറിനെ അറിയില്ല, ടി വിയിൽ കണ്ടുള്ള പരിചയം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സംസാരിക്കാം. ഞങ്ങളുടെ നാട്ടിൽ താമസിയാതെ കൊണ്ടുവരാം. ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് പറയണം, വേറെ ഒന്നും തരാനല്ല, ഞങ്ങളുടെ ഈ ജീവിതമായിട്ടുള്ള ബന്ധം അപ്പോഴാണ് അറിയുന്നത്. കാരണം വയനാട് പോലുള്ള ദുരന്തങ്ങളൊക്കെ കണ്ടു, അത് ഒരുപാട് ഇവിടെ ഇങ്ങനെ ഈ വെള്ളക്കെട്ടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ. വെള്ളക്കെട്ടെന്ന് വെച്ചാൽ ഈ ഇപ്പൊ വേലിയേറ്റവും വെയിലിറക്കും എന്നുവെച്ചാൽ വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ വേലിയിറക്കം വരില്ല, മുങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം അത് ചതിപ്പിലാണ്. ഞങ്ങളുടെ കാരണന്മാരെ ഇത്ര കാലങ്ങളെ കളഞ്ഞിട്ട് ഈ റോഡ് അത് ഗൗരിയമ്മ കൊണ്ടുവന്നാണ് റോഡ് വന്നത്. ഈ റോഡല്ലാതെ ഞങ്ങളുടെ ഈ വികസനം ഇത്രയും കാലാകാലങ്ങളായിട്ട് ഒരു വികസനം ഉണ്ടായിട്ട് ശരിയാണ്. എപ്പോഴും ഈ പറയുന്ന പോലെ ഈ ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ട് വിദ്യാഭ്യാസമൊക്കെ കുറവാണ് ഉള്ളവരൊക്കെ. അത് കാരണം ഇവിടെ സാമ്പത്തികമായിട്ട് ഇല്ലാത്തതായതുകൊണ്ട് ഒരു ആളും ഉന്നതരും ഒന്നും പെടുന്നില്ല. ചേട്ടാ, എന്തായാലും നമുക്ക് വികസനം ഇവിടെ എത്തിക്കാനുള്ള വഴികളും കൂടെ നമ്മൾ നോക്കാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരോടും അന്വേഷണം പറയുക. താങ്ക് യു സോ മച്ച്. നാട്ടിലൂടെയൊക്കെ അന്വേഷണം ചോദിച്ചായി പറയാ. ശരി, അതെ. അപ്പൊ നടത്തം മുടക്കണ്ട. ഓക്കെ. അപ്പൊ 2025 എല്ലാ ദിവസവും അങ്ങ് തുടരുക. അത് കുഴപ്പമില്ല, അതൊക്കെ അല്ലേ. ചേട്ടാ നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. അപ്പോ ചങ്ങരത്തെ ഒരുപാട് നാട്ടുകാരെ സന്നിധാനം സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ മകരവിളക്കിനായി നട തുറന്നതോടെ ശബരിമലയിൽ വലിയ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് വിവരം. തുടർച്ചയായി 2ാം ദിവസവും ദർശന നടത്തിയവരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടു എന്ന വാർത്തയാണ് രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്നും പങ്കുവെക്കുന്നത്. അതെ രാഹുൽ, വെരി 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 ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും പുതുവത്സരം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് തുടങ്ങാനാവുന്നത്. ശബരിമലയിൽ തിരക്കേറി വരുന്നുണ്ട്. വിവരങ്ങൾ പ്രജിൻ സ്വാമിക്കും ക്രിസ്റ്റീന മാളികപ്പുറത്തിനും വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.
പുതുവർഷത്തിലെ ആദ്യ ദിനമാണ്. ഇന്നും ശബരിമലയിൽ നല്ല ഭക്തജന തിരക്കാണ്. സന്നിധാനത്തെ എല്ലായിടങ്ങളിലും തീർത്ഥാടകർ വിരിവെച്ച് ഇപ്പോൾ തങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ കയറിയ തീർത്ഥാടകർ ഇന്ന് ഈ അഭിഷേകം ഉൾപ്പെടെ കഴിഞ്ഞ ശേഷമായിരിക്കും മല ഇറങ്ങാൻ പോകുന്നത്. പ്രജിനും ക്രിസ്റ്റീനയും സൂചിപ്പിച്ച പോലെ തന്നെ തുടർച്ചയായ രണ്ടാം ദിനവും 1 ലക്ഷത്തിന് മുകളിലാണ് ശബരിമല സന്ദർശിച്ചവരുടെ ദർശനം നടത്തിയവരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇന്നും 80,000-ന് മുകളിൽ ആളുകൾ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സ്പോട്ട് ബുക്കിങ്ങിനും തീർത്ഥാടകർക്ക് അവസരമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശബരിമല സന്നിധാനത്തെ ഫ്ലൈ ഓവറാണ്. ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞ് തീർത്ഥാടകർ ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ച. തൊട്ട് താഴേക്ക് 18-ാം പടിയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 18-ാം പടി കയറാൻ നിൽക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം ഇപ്പോൾ ശബരി പീഠവും പിന്നിട്ടിട്ടുണ്ട് എന്നാണ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. രാവിലെ നല്ല തണുപ്പാണ്. കോരിച്ചൊരിയുന്ന ശരീരത്ത് കുളിര് കോരുന്ന തരത്തിലുള്ള ഒരു തണുപ്പ് കൂടിയുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം ഇന്നു മുതൽ കാനനപാത വഴിയുള്ള സ്പെഷ്യൽ പാസുകൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായിരുന്നു. നല്ലൊരു വർഷം ആശംസിക്കുന്നു. യെസ്, അപ്പോൾ സന്നിധാനത്ത് നിന്നാണ് രാഹുൽ സുരേഷ് തത്സമയം ചേർന്നത്. നമുക്ക് പിന്നിൽ ആ ദൃശ്യം ഇതുകൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സൂര്യോദയം ഇവിടെ ചങ്ങരം പാടശേഖരത്തെ ചങ്ങരത്ത് നിൽക്കുമ്പോഴുള്ള അതിമനോഹരമായ മറ്റൊരു കാഴ്ചയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. അതിലേറ്റവും സുന്ദരമായ ഒരു കാഴ്ച, അതെ, ഏറ്റവും സുന്ദരമായൊരു സൂര്യോദയം, അതെ, ഉദയത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഉദിച്ചു വരുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ശരിയാ, കന്യാകുമാരിയിലൊക്കെ കാണുന്നത് വലിയ മാത്രമല്ല അതിന്റെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ പക്ഷികൾ ചുറ്റുപാടും പറക്കുന്നു. അങ്ങനെ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും ആ ഒരു എന്താ പറയുന്നത് ശുദ്ധിയും വിശുദ്ധിയും എല്ലാം അത് ആസ്വദിച്ചതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശബരിമലയിലെ മറ്റ് ചടങ്ങുകൾ എന്താണെന്ന് കൂടി അറിയാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. യെസ്, അപ്പോൾ അടുത്ത റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഇന്ന് മലപ്പുറത്ത് നമുക്കറിയാം, സംസ്ഥാനത്ത് പല ജില്ലകളിലായി CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന സമയമാണ്. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വെള്ളിയാഴൂർ താനൂരിൽ ആണ് സമ്മേളനം നടക്കുക. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് EN മോഹൻദാസ് മാറിയാൽ പകരം ആരെന്ന ചോദ്യമാണ് സജീവ ചർച്ചാ വിഷയം. ഇന്ന് രാവിലെ 10-ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, ഇളമരം കരീം, P സതീദേവി, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ PK ബിജു, M സ്വരാജ്, PH മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും. ജനുവരി 3-ന് സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 18 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 332 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. 3-ാം ദിവസം പാർട്ടി ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. അത് പാർട്ടി ആകെ ആലോചിച്ച് ജില്ലാ കമ്മിറ്റി മെമ്പർമാരാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ഉചിതമായ ഒരാളെ തിരഞ്ഞെടുക്കും. സെക്രട്ടറി ആവാൻ പ്രാപ്തരായ നിരവധി പേർ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് EN മോഹൻദാസ് മാറിയേക്കും. 3 ടേം അനുവദിക്കാമെന്നിരിക്കെ പ്രായാധിക്യം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി സ്ഥാനം ഒഴിയാനാണ് EN മോഹൻദാസ് ആലോചിക്കുന്നത്. പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VP സക്കറിയ എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിലുള്ളത്. ഒരു പക്ഷേ സമവായ സാധ്യത കണക്കിലെടുത്ത് EN മോഹൻദാസ് തന്നെ തുടരുകയും ചെയ്തേക്കാം. 2018-ലാണ് EN മോഹൻദാസ് ജില്ലയിൽ CPM ജില്ലാ സെക്രട്ടറി ആകുന്നത്. 2021-ലെ തിരൂർ സമ്മേളനത്തിൽ അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ, BJPയുടെ വോട്ടിലുണ്ടാകുന്ന വർധനവ്, മുസ്ലിം രാഷ്ട്രീയത്തിന് വരുന്ന മാറ്റങ്ങളും സ്വഭാവവും എല്ലാം സമ്മേളനത്തിൽ വിശദമായ ചർച്ചയാകും. PV അൻവർ പുറത്തുപോയത് വെല്ലുവിളിയാകില്ല എന്ന് പാർട്ടി വിലയിരുത്തുമ്പോഴും അൻവർ ഉന്നയിച്ച പോലീസിന്റെ ഇടപെടലും സ്വർണ്ണക്കടത്തുമെല്ലാം ചർച്ച ആയേക്കും. 24 തിരൂർ.
യെസ്, അപ്പോൾ അതാണ് മലപ്പുറത്ത് ഇന്നാണ് സമ്മേളനങ്ങളിൽ തുടക്കമാകുന്നത്. അതാ ഒരിക്കൽ കൂടി ആ സൂര്യോദയ കാഴ്ചയിലേക്ക് പോകുന്നു. ഒന്നുകൂടി സൂര്യൻ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും മാത്രമല്ല റിഫ്ലക്ഷൻ, അയ്യോ, ഇത് പ്രതിഫലനം അതിമനോഹരമായ ഒരു ക്യാൻവാസ് പോലെ അല്ലെ, ഒരു ചിത്രം വരച്ചതുപോലെ ഇപ്പോൾ ഉണ്ട്. നമ്മള് അങ്ങനത്തെ ചിത്രങ്ങളായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമുക്കും ഇത് കാണാൻ നമ്മുടെ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലേ. അതെ, അതുകൊണ്ടാണ് ഇന്നത്തെ ദിനം ഈ ജനുവരി 1-ാം തീയതി തന്നെ ഇങ്ങനെ ഒരു കാഴ്ച സമ്മാനിക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ടാണ് കുറച്ച് അകലെയാണെങ്കിലും നമ്മൾ ഈ ചങ്ങരം പാടശേഖരത്തേക്ക് മോർണിംഗ് വാക്കിനായി. പ്രജിൻ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോ നമ്മുടെ ചില ചർച്ചകളിലൊക്കെ കടന്നു വരുന്ന കാര്യം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും ധനവാനായ മുകേഷ് അംബാനിക്ക് പോലും ശുദ്ധവായു ശ്വസിക്കാനുള്ള ഭാഗ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ സമ്പത്തിന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു ഭാഗ്യത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ കുറച്ച് വികസനം വരുമ്പോൾ അവരുടെ ഈ ഭാഗ്യം നഷ്ടപ്പെടാതിരിക്കട്ടെ. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. വിവാദങ്ങൾക്കിടെ പട്ടിക്കാട് ജാമിയ നൂരിയ 62-ാം വാർഷിക സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാവുക. മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ജാമിയ സമ്മേളനങ്ങളിലെ സ്ഥിരം പ്രഭാഷകരായിരുന്ന യുവ നേതാക്കളും മുഷാവറ അംഗങ്ങളെയും ഒഴിവാക്കിയാണ് ഇത്തവണത്തെ സമ്മേളനം. വിഭാഗീയത പരിഹരിക്കാൻ സമവായ നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് വെട്ടിമാറ്റൽ. ഇതാ മനോഹരമായ ഒരു കാഴ്ച കൂടി ഇതാ ഇവിടെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന കാഴ്ച നമ്മുടെ വിഷ്ണു ഉദയൻ അത് പകർത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് കാണാം. അങ്ങനെ നേരം പുലരുമ്പോഴത്തേക്കും ഇവിടത്തെ എന്താണ് പറയാ ഉപാധിയാണ് ഈ പറയുന്ന മീൻപിടുത്തമൊക്കെ. അതിനായിട്ട് തുഴഞ്ഞു പോകുന്ന ആൾക്കാരെ കാണാം. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗ്രാമഭംഗി അത് അതിൻ്റെതായ ഒരു ഫുള്ളസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു ഈ ചങ്ങരം പാടശേഖരത്തിൽ നിൽക്കുമ്പോഴാണ്. എന്തായാലും പുതുവർഷപ്പിറവി നല്ലതായി. അതെ, അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോവാം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPM ജനകീയ പ്രക്ഷോഭം ഇന്ന് നടക്കും. ഏരിയ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധവും വിശദീകരണ യോഗവും സംഘടിപ്പിക്കുക. വിഷയത്തിൽ KPCC നേതൃത്വം മറുപടി പറയണമെന്നാണ് CPIM ആവശ്യം. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് കോഴ വാങ്ങാൻ വിജയനെ ഇടനിലക്കാരനായി നിർത്തി പണം തട്ടിയെടുത്തുവെന്നായിരുന്നു ആരോപണം. അധരമൃതജലശേഖരം നയനമദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ. എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു പുൽകാൻ ഒന്നാകുവാൻ അലരേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ആടി പോളി. അങ്ങനെ പ്രേക്ഷകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ആചാര്യൻ ഗംഭീരമായിട്ട് പാടിയിരിക്കുന്നു. അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, ക്രിസ്ത്യൻ ആചാര്യന്റെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പോകെ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. പുതിയ പാട്ടുകളുമായി ക്രിസ്ത്യൻ ആചാര്യൻ വരും ദിവസങ്ങളിൽ വരും. വണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു വണ്ട് ശരീരത്തേക്ക് വന്നിരുന്നത് കണ്ടോ? പ്രകൃതി പോലും ആ പാട്ടിൽ. അപ്പൊ നമുക്ക് ഓവറാക്കി ചളവാക്കരുത്. നമ്മളിപ്പോൾ ഉള്ളത് ചങ്ങരം പാടശേഖരത്താണ്. അത് അവിടെ നിൽക്കുമ്പോൾ സുരേഷ് കുമാർ എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നു, 7 അടകുള്ള എഴുപുന്ന. ഞാൻ എരമല്ലൂർ LIC ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സുരേഷ് കുമാർ റിട്ടയർഡ് BM LIC എന്ന ഒരു അഡ്രസ്സൊക്കെ സഹിതമാണ് കമന്റ്. പിന്നെ ക്രിസ്റ്റീനയുടെ പാട്ട് ഒരു രക്ഷയില്ല എന്ന് ഞാൻ ഒന്ന് വായിക്കട്ടെ. ലക്ഷ്മിജി പറഞ്ഞു ക്രിസ്റ്റീനയുടെ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്, ക്രിസ്റ്റീന നല്ല രീതിയിൽ പാടി. ഇന്ന് ചളിയടി അപാരത എപ്പോൾ വരും എന്ന് പ്രത്യേകം വേറെ ചോദിക്കുന്നുണ്ട്. ആരാധ്യ ദേവൻ പറയുന്നു ചേച്ചി പാട്ട് സൂപ്പർ എന്ന് പറയുന്നു. രവികുമാർ PB ക്രിസ്റ്റീന അറിഞ്ഞില്ല, ആരുമൊന്നും പറഞ്ഞില്ല. രവികുമാറിന്റെ കമന്റ് വായിക്കാൻ സമ്മതിക്കാത്തത് എന്താ? അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ പാട്ടിനെ കുറിച്ച്, ക്രിസ്റ്റീനയുടെ പാട്ടിനെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. അപ്പോ നമ്മുടെ മോർണിംഗ് വാക്ക് പൂർത്തിയാവുന്നു.